നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം പൊളിഞ്ഞ പോലെ ജലചൂഷണമെന്ന വാദവും സ്വയം പൊളിയുമെന്ന് മന്ത്രി MP രാജേഷ്. ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് പൊതുവിഷയങ്ങൾ. ടൂറിസം കേന്ദ്രങ്ങളിലാണ് പുതിയ ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ആവശ്യമുന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. മങ്കര വാതക ശ്മശാനം പ്രവർത്തന സജ്ജം. ട്രയൽ റൺ വിജയകരമെന്ന് പഞ്ചായത്ത് അധികൃതർ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിക്കും. കഞ്ചിക്കോട് കൊട്ടാമുടിയിലെ ജനവാസ മേഖലയിൽ ജീവനും കൃഷിക്കും ഭീഷണിയായി കാട്ടാനകളുടെ വിഹാരം. പ്രദേശവാസികൾ കടുത്ത ആശങ്കയിൽ. അപകടകാരിയായ PT5 എന്ന ആനയും കുട്ടിയാനയും മലമുകളിൽ നിന്ന് കൃഷിയിടത്തിലേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാർ കഞ്ചിക്കോട് ബ്രൂവറിക്ക് പ്രാരംഭാനുമതി നൽകിയ സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം പൊളിഞ്ഞ പോലെ ജലചൂഷണമെന്ന വാദവും സ്വയം പൊളിയുമെന്ന് മന്ത്രി MP രാജേഷ്. പൊതുവിഷയങ്ങളാണ് ബിനോയ് വിശ്വവുമായി ചർച്ച ചെയ്തത്. ടൂറിസം ഡെസ്റ്റിനേഷനുകളെ നോട്ടിഫൈ ചെയ്തുകൊണ്ടാണ് ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണത്തിന് 48 മണിക്കൂർ പോലും ആയുസ്സുണ്ടായില്ലെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച് നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള ധൈര്യമില്ലാത്ത ഭീരുക്കളായി പ്രതിപക്ഷം മാറി. എണ്ണി മറുപടി കൊടുക്കും. മാധ്യമങ്ങൾ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വെള്ളത്തിന്റെ കാര്യത്തിലും ഇതാണ് നടക്കാൻ പോകുന്നത്. പ്രചരിപ്പിച്ച എല്ലാ കാര്യവും തെറ്റാണെന്ന് വ്യക്തമാകും. രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണമെന്ന് മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞത് അത്ര ആത്മവിശ്വാസമുണ്ടായതുകൊണ്ടാണെന്നും MP രാജേഷ് പറഞ്ഞു. അവശേഷിക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തും. അല്ല, ഞാൻ വിചാരിച്ച ഇന്നലെ രമേശ് ചെന്നിത്തല ആരോപണത്തെ കുറിച്ചായിരിക്കുന്നതാണ്. അത് എന്തായി ആരോപണത്തിന്റെ കഥ? അല്ല, അത് വരട്ടെ. ഇന്നലെ എഴുതി കൊടുത്ത് എന്തോ ഉന്നയിച്ചതായിട്ട് കേട്ടു. എന്തായിരുന്നു? അതല്ലേ തുടക്കം. അഴിമതിയല്ലേ ആരോപിച്ചത്? അഴിമതിയുടെ കാര്യം എന്തായി എന്നുള്ളത് അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു, അങ്ങനെ അഴിമതിയുടെ കാര്യം പറയാതെ ഇനി വിടുന്ന പ്രശ്നമില്ല. അവരാണ് ഇനി പറയേണ്ടത്. ഞാൻ ഗവൺമെന്റിന് വേണ്ടി പറയാനുള്ള കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നലെ രണ്ടുപേരും കൂടി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ആ വാർത്താ മറുപടിയാണ്. അതെ, എന്താണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ? എന്താ ആരോപണം? ഇപ്പൊ എന്താണ് അവശേഷിക്കുന്ന ആരോപണം? അവശേഷിക്കുന്ന ആരോപണം എന്താണെന്ന് വ്യക്തമായിട്ട് വരട്ടെ. അതിനുള്ള മറുപടി ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പോൾ മനസ്സിലായില്ലേ? പൊതുവിഷയങ്ങൾ സംബന്ധിച്ചായിരുന്നു ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ടൂറിസം ഡെസ്റ്റിനേഷനുകളെ നോട്ടിഫൈ ചെയ്തുകൊണ്ടാണ് ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും MP രാജേഷ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചിക്കോട് എലപ്പുള്ളി മദ്യനിർമ്മാണ യൂണിറ്റിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ആവശ്യമുന്നയിച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് നടത്തി. വരൾച്ച പ്രതിസന്ധി നേരിടുന്ന എലപ്പുള്ളിയിൽ മദ്യകമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ചൂണ്ടിക്കാട്ടി. കളക്ടറേറ്റ് മാർച്ചിന് ഹബീബ് മൂസ, ചന്ദ്രൻ പുതുക്കോട്, റിയാസ് ഖാലിദ്, ഷക്കീർ പുലാപ്പറ്റ, ബാബു തരൂർ, സഫിയ ഇക്ബാൽ, സൗരിദ് സുലൈമാൻ, ലുക്മാനുൽ ഹക്കീം, ഫൈസൽ അമ്പലപ്പാറ, AP സീനത്ത്, റസീന ആലത്തൂർ എന്നിവർ നേതൃത്വം നൽകി. കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് അതിരൂക്ഷമായ ജലദൗർലഭ്യം അനുഭവിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മദ്യനിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ അനുമതി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ചൂണ്ടിക്കാട്ടി. ലോകശ്രദ്ധയാകർഷിച്ച പ്ലാച്ചിമട കോളവിരുദ്ധ സമരം നടന്ന പ്രദേശത്തിന്റെ പരിസരത്തുതന്നെ വൻതോതിൽ ജലം ആവശ്യമായി വരുന്ന മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ല.
ചിറ്റൂരിലെ മലബാർ ഡിസ്റ്റിലറിക്ക് ആവശ്യമായ ജലം കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന സർക്കാർ നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അതിനേക്കാൾ കൂടുതൽ ജലം ആവശ്യമായി വരുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നതെന്നും റസാഖ് പാലേരി ചൂണ്ടിക്കാട്ടി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ അധ്യക്ഷത വഹിച്ചു. വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട്, FITU ജില്ലാ പ്രസിഡന്റ് അസീസ് ആലത്തൂർ, ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ, പാലക്കാട് നഗരസഭാ കൗൺസിലർ M സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഷെരീഫ് പള്ളത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര വാതക ശ്മശാനത്തിന്റെ ട്രയൽ റൺ നടത്തി. ട്രയൽ റൺ വിജയകരമാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇതോടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ മങ്കരയിലെ വാതക ശ്മശാനം പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. അന്തരിച്ച മുൻ MLA KV വിജയദാസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി സ്ഥാപിച്ചത്. 2016 ആരംഭിച്ച പദ്ധതി 2020 പൂർത്തിയാക്കി അന്നത്തെ ഭരണസമിതി ഉദ്ഘാടനം നടത്തിയിരുന്നു. എന്നാൽ ഒട്ടേറെ സാങ്കേതിക കാരണങ്ങൾ മൂലം പദ്ധതി പ്രവർത്തിപ്പിക്കാനായില്ല. തുടർന്നു വന്ന ഭരണസമിതി തുടർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതോടെയാണ് വാതക ശ്മശാനം പ്രവർത്തനക്ഷമമാക്കാൻ നടപടിയായത്. പദ്ധതി പ്രവർത്തിക്കാൻ വേണ്ട ലൈസൻസിന് കാലതാമസം നേരിട്ടു. പൊല്യൂഷൻ കൺട്രോളിൻ്റെ അനുമതി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് വാതക ശ്മശാനം പ്രവർത്തിച്ചു തുടങ്ങുമെന്നും പദ്ധതിക്ക് വേണ്ടി ആവശ്യമായ 12 കുറ്റി ഗ്യാസ് സിലിണ്ടറിനുള്ള ഫണ്ടും പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും മാർച്ച് മാസത്തിനു മുമ്പ് ശ്മശാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നും സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. മൺമറഞ്ഞുപോയ KV വിജയദാസ് MLA ആയിരിക്കുമ്പോഴാണ് മങ്കര ഗ്രാമപഞ്ചായത്തിന് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ 45 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് അനുമതി നൽകിയത്. നാളിതുവരെയായിട്ടും അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. എന്നാൽ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തപ്പോൾ അതിന് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയതിന്റെ ഭാഗമായി അതിന്റെ ഫർണസ്, മറ്റ് 3 ഫേസ് കണക്ഷൻ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഗോകുൽദാസിനൊപ്പം വൈസ് പ്രസിഡന്റ് മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EP സുരേഷ്, രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ രമേശ്, വിനോദ് കുമാർ, ചന്ദ്രിക, സെക്രട്ടറി ബാബു എന്നിവരും ട്രയൽ റൺ കാണാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ എത്തിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. കൊട്ടാമുടി പ്രദേശത്താണ് കാട്ടാനകളുടെ സാന്നിധ്യം. ജീവനും കൃഷിക്കും ഭീഷണിയായ PT5 എന്ന ആനയും കുട്ടിയാനയും ജനവാസ കേന്ദ്രത്തിനരികിലെ മലമുകളിലൂടെ നടന്നുവരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഞ്ചിക്കോട് കൊട്ടാമുടിയിലെ മലമുകളിലൂടെ കാട്ടാനകൾ നടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ നാട്ടുകാരാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. മലമ്പുഴ കഞ്ചിക്കോട് മേഖലയിൽ PT5ന്റെ സാന്നിധ്യം സ്ഥിരമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചുള്ളിമട, മായമ്പള്ളം മേഖലകളിൽ എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഏക്കർ കണക്കിന് വാഴകൃഷിയും നെൽകൃഷിയുമാണ് ചവിട്ടി നശിപ്പിച്ചത്. ചുള്ളിമട ഗവൺമെൻറ് LP സ്കൂൾ മതിലും ആന തകർത്തിരുന്നു. മായമ്പള്ളം രാധാരമണന്റെ 100-ലേറെ വാഴകൾ ആന നശിപ്പിച്ചു. കമ്പിവേലിയും കോൺക്രീറ്റ് പോസ്റ്റുകളും തകർത്താണ് ആനകൾ കൃഷിയിടത്തിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മായന്നൂർ ഒറ്റപ്പാലം പാലത്തിന്റെ 14ാമത് വാർഷിക സ്നേഹസംഗമം നടന്നു. ചടങ്ങ് K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. അന്ന് എഴുതിയ കത്തുകൾ ഞാൻ എടുത്തു വെച്ചു കുറേ കാലം. ഇപ്പം എൻ്റെ ആവശ്യമില്ലാന്ന് വെച്ചിട്ട് അത് പോയെന്ന് തോന്നുന്നു. അത്രയും പ്രയാസപ്പെട്ടാണ് ആളുകൾ പോയത്. അവരെല്ലാം അത് അംഗീകരിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ പാലം എന്നുള്ള നമ്മുടെ ചിരകാല സ്വപ്നം, സാധാരണ പറയാറുണ്ട് ചിരകാല സ്വപ്നമെന്ന്, അത് 100% ചിരകാല സ്വപ്നം എന്ന് പറയാൻ കഴിയുന്ന ഒരു പാലമാണ് ഒറ്റപ്പാലം മായന്നൂർ പാലം എന്നുള്ളത് നമുക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും. ഇതുകൊണ്ടും അവസാനിക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് മാർച്ച് മാസത്തിൽ ഒരു വലിയ ഉദ്ഘാടനം നടക്കും. അത് കുത്താമ്പള്ളി മായന്നൂർ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലത്തിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയ നാരായണ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം MLA പ്രേമകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ
വിവിധ അംഗീകാരങ്ങൾ നേടിയ ഡോക്ടർമാരെയും മാധ്യമപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. മുൻ ഒറ്റപ്പാലം MLA ഹംസ, സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ, സ്റ്റീഫൻ ദേവസ്യ, സംഘാടക സമിതി ഭാരവാഹികളായ അമ്പിളി, പുഴയോരം കൺവീനർ പി പ്രശാന്തി, ട്രഷറർ ടി മോഹനൻ, കെ ഷീന, ആർ വിശ്വനാഥൻ, ടി ഗോകുലൻ, PK ജയപ്രകാശ്, മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. തുടർന്ന് മ്യൂസിക്കൽ ഷോ, മ്യൂസിക്കൽ ഇവന്റ് എന്നിവയും നടന്നു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭിന്നശേഷിക്കാർക്ക് സഹജീവനവുമായി മോട്ടോർ വാഹന വകുപ്പ്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസും ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായി നടത്തിയ ഡ്രൈവിംഗ് ബോധവൽക്കരണം നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് മേഖലയിൽ ഭിന്നശേഷിക്കാർക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും സഹായങ്ങളെക്കുറിച്ചുമൊക്കെ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹജീവനം എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങായി ഡ്രൈവിംഗ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശങ്കരമംഗലത്ത് നടന്ന പരിപാടി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയും അതുപോലെ തന്നെ അവരുടെ അതിനെക്കുറിച്ച് അവർക്ക് ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള അറിവുകളില്ല. അത്തരത്തിലുള്ള അറിവുകൾ അവരിലേക്ക് എത്തിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് നേടിയെടുക്കുന്നതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് തീർച്ചയായും അത്യാവശ്യം തന്നെയാണ്. പട്ടാമ്പി ജോയിന്റ് RTO K രാജു അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഹമീദ്, ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് VT അക്ബർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AK രാജീവൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈസ്റ്റർ യാഷിക, ജോഷി തോമസ്, മുഹമ്മദ് റഷീദ്, ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധി കൃഷ്ണദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെറുമുണ്ടശ്ശേരിയിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് അമ്പലപ്പാറ പഞ്ചായത്തിലെ 10ാം വാർഡ് ചെറുമുണ്ടശ്ശേരിയിൽ ശുചീകരണ യജ്ഞം നടത്തിയത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടും ഇതുപോലുള്ള പരിപാടികൾ നടന്നു വരികയാണ്. ജൂലൈ മാസം 2024 ജൂലൈ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം ചേർന്നു. മാർച്ച് മാസം 2025 സീറോ വേസ്റ്റ് മിഷന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരേക്ക് 2028 മാർച്ച് 30 വരേക്കാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ പരിപാടി ഏറ്റെടുക്കുന്നത്. അതിന് തുടക്കമെന്ന നിലയിൽ നേരത്തെ വിവിധ പരിപാടികൾ ഏറ്റെടുക്കുകയുണ്ടായി. തുടർന്ന് ഈ മാസം ജനുവരി 31 വീണ്ടും ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കണമെന്ന് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KD ദീപക് സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M അനുപമ വിശദീകരണം നടത്തി. JPHN PG പ്രീത നന്ദി പറഞ്ഞു. തുടർന്ന് രാവിലെ 9:30 ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. സാമൂഹ്യാരോഗ്യ കേന്ദ്രം, കാളിയമ്പറമ്പ് കോളനി പരിസരം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണം. നിരവധി പേർ യജ്ഞത്തിൽ പങ്കാളികളായി. ആശാപ്രവർത്തകർ, ഹരിതസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, SPC വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ ഫാനില്ലാത്ത കുടുംബങ്ങൾക്ക് സ്വന്തം ചിലവിൽ ഫാൻ വാങ്ങി നൽകുമെന്ന് വാർഡംഗം അൻവർ സാദിഖ് പറഞ്ഞു. വാർഡിലെ ഫാനില്ലാത്ത കുടുംബങ്ങളുടെ കണക്കുകൾ ശേഖരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്തിലെ ഫാനില്ലാതെ ബുദ്ധിമുട്ടുന്ന മറ്റു വാർഡിൽപ്പെട്ടവർ തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അവർക്കും ഫാൻ നൽകാൻ തയ്യാറാണെന്നും അൻവർ സാദിഖ് പറഞ്ഞു. ഈ കനത്ത ചൂടിൽ ഫാനില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന വൃദ്ധരായ അമ്മമാരെയും അച്ഛന്മാരെയും കാണാറുണ്ട്. അവരുടെ വിഷമം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് മനസ്സിൽ തോന്നുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ വാർഡിൽ പുതിയൊരു പദ്ധതി നടപ്പിലാക്കുകയാണ്. അർഹരായ ഫാനില്ലാത്ത വീടുകളിൽ ഫാൻ നൽകുക എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഈ ജനുവരി 30 വരെ അർഹരായ ആളുകൾക്ക് നമ്മുടെ ഓഫീസായ
സേവാഗ്രാമിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്തവരിൽ അർഹമായ മുഴുവൻ ആളുകൾക്കും ഫാൻ നൽകുക എന്നുള്ള സന്ദേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും എന്ത് വേണം? ട്രാക്ടർ വേണം. അപ്പോൾ അവിടെ എന്ത് വന്നു? ഇപ്പുറത്തെ ട്രാക്ടർ നിർമ്മാണം വേണ്ടേ? വ്യവസായ മേഖലയിലേക്ക് അതിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു പടി. അതേപോലെ തന്നെ അതിൻ്റേതായ അനുബന്ധിച്ച കൊയ്ത്ത് യന്ത്രങ്ങൾ, മറ്റു നടീൽ യന്ത്രങ്ങൾ, ഒട്ടനവധി സാധന സാമഗ്രികൾ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കും. ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒപ്പം വ്യവസായ മേഖലയും മുന്നോട്ട് വരണം. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് EDE നവീൻ റോഷ് നന്ദിയും പറഞ്ഞു. 58 പേരാണ് സംരംഭക സഭയിൽ പങ്കെടുത്തത്. സംരംഭകർക്ക് വ്യവസായ വകുപ്പ് നൽകുന്ന വിവിധ പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് വ്യവസായ വികസന ഓഫീസർ നൌഫൽ ക്ലാസ് എടുത്തു. സംരംഭകർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംരംഭക സഭയിൽ 6 PMEGP ലോൺ സാങ്ഷൻ ലെറ്ററും 2 ഉദ്യം രജിസ്ട്രേഷനും 1 K-SWIFTും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിനിമാ പ്രദർശനവും ചലച്ചിത്ര ചർച്ചയും സംഘടിപ്പിച്ചു. കാഴ്ച എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷൊർണൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് കൃഷ്ണപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ D. സിമി സ്വാഗതം പറഞ്ഞു. തനിമ സാംസ്കാരിക വേദി സെക്രട്ടറി MC ശങ്കരൻ, എക്സിക്യൂട്ടീവ് അംഗം സുധീർ കുമാർ എന്നിവർ പ്രസംഗിച്ചു. NSS വോളണ്ടിയർ ലീഡർ അതിഥി കൃഷ്ണ നന്ദി പറഞ്ഞു. ഒരു ചെറിയ നന്മ ചിത്രം, ടോക്സിക് ഷാഡോസ് എന്നീ ചിത്രങ്ങളുടെ പ്രദർശനത്തിന് ശേഷം അവയുടെ അവലോകനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളും പങ്കാളികളായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഹ്രസ്വ സിനിമയുടെ പോസ്റ്റർ പുറത്തിറക്കി. ലഹരി ഹ്രസ്വ ചിത്രത്തിന്റെ പോസ്റ്റർ പ്രകാശനം പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി ഷിബു നിർവഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ്, വിമുക്തി പാലക്കാട് ജില്ലാ മാനേജർ S. സനിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് M. സതീഷ് കുമാർ, വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ, ഹ്രസ്വ സിനിമാ സംവിധായകൻ പ്രകാശ് മാടമ്പത്ത്, എക്സിക്യൂട്ടീവ് അംഗം K. പത്മാവതി, നടൻ ദിവാകരൻ പരുത്തിപ്പുള്ളി, ലൈബ്രറിയൻ V. ചിത്ര എന്നിവർ പങ്കെടുത്തു. വായനയാണ് ലഹരി എന്ന വലിയ ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ച ഷോർട്ട് ഫിലിം സമൂഹത്തിന് നൽകുന്നത് ലഹരിയിലൂടെ ജീവിതം തകർന്നുപോയേക്കാവുന്ന ഒരു യുവാവിൻ്റെ കഥയാണ്. അപ്പുണ്ണിയേട്ടൻ വായനശാല നടത്തുന്ന സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മികവുറ്റ പ്രവർത്തനമായ ഷോർട്ട് ഫിലിം സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാകുന്നു. വായനയും വായനശാലകളും ഒരു നാടിൻ്റെ സ്പന്ദനമാണെന്ന തിരിച്ചറിവ് കൂടി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഷോർട്ട് ഫിലിം. അജേഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയ ഷോർട്ട് ഫിലിം നിർമ്മാണം ലഹരിക്കെതിരെ വലിയ സന്ദേശവും നൽകുന്നുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ യൂട്യൂബിൽ വീഡിയോ പ്രകാശനം നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം പൊളിഞ്ഞ പോലെ ജലചൂഷണമെന്ന വാദവും സ്വയം പൊളിയുമെന്ന് മന്ത്രി MP രാജേഷ്. ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് പൊതുവിഷയങ്ങൾ. ടൂറിസം കേന്ദ്രങ്ങളിലാണ് പുതിയ ബിയർ പാർലറുകൾക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്ന് വെൽഫെയർ പാർട്ടി. ആവശ്യമുന്നയിച്ച് പാലക്കാട് കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. സർക്കാർ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. മങ്കര വാതക ശ്മശാനം പ്രവർത്തന സജ്ജം. ട്രയൽ റൺ വിജയകരമെന്ന് പഞ്ചായത്ത് അധികൃതർ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിക്കും. കഞ്ചിക്കോട് കൊട്ടാമുടിയിലെ ജനവാസ മേഖലയിൽ ജീവനും കൃഷിക്കും ഭീഷണിയായി കാട്ടാനകളുടെ വിഹാരം. പ്രദേശവാസികൾ കടുത്ത ആശങ്കയിൽ. അപകടകാരിയായ PT5 എന്ന ആനയും കുട്ടിയാനയും മലമുകളിൽ നിന്ന് കൃഷിയിടത്തിലേക്കിറങ്ങുന്ന
ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.